ഒരാൾ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലതു തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണ് എന്ന് കരുതി ചെയ്യുന്നത് ഉപദ്രവമായി മാറിയേക്കാം. വിശ്വസ്തനായ ഒരു സുഹൃത്തിന് 1000 ബന്ധുക്കളേക്കാൾ വിലയുണ്ട്. സാഹചര്യത്തിനൊത്ത് നിറം മാറുന്നത് ഈ ലോകമല്ല, മനുഷ്യരാണ്. അവർക്കിടയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ട. അവർക്കത് മനസ്സിലാകും. നമ്മെ മനസ്സിലാകാത്തവരോട് അധികമൊന്നും പറയേണ്ട. അവർക്കത് മനസ്സിലാകില്ല. നേരിടാനാവില്ലെന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതിനും മറക്കില്ല എന്ന് കരുതിയതിനെ മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റ പേര്: സാഹചര്യം. തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. നിനക്കായി ദൈവം ഒരു സമയം കരുതിയിട്ടുണ്ട് എന്ന് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ദൈവം നിനക്കായി തരും. എവിടെയൊക്കെയോ നീ തോറ്റു എന്ന് കരുതി നീ വിഷമിക്കേണ്ട. ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങാനുള്ള സമയം കുറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും ആ ജീവിതം നമ്മളെ വിട്ട് കുറേ ദൂരേക്ക് പോയിട്ടുണ്ടാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും കൈവിട്ടുപോയ കുറച്ച് ആളുകളുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം ഒരുപാട് ചിരിക്കാനും പിന്നീട് ഒരിക്കൽ കരയാനും പറ്റുന്ന ഒന്നാണ് ഓർമ്മകൾ. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ടു പോവുക. ഒരില കൊഴിഞ്ഞെന്നു കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. ചേർത്തു പിടിക്കുമ്പോഴും ചേർത്ത് പിടിക്കപ്പെടുമ്പോഴും കണ്ണിൽ നനവ് പടരുന്നുണ്ടെങ്കിൽ അതിൽ സ്നേഹമുണ്ടായിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാണുന്ന ഒരാളുമുണ്ട് മുകളിൽ. നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ വാക്കുകൾ നിങ്ങൾ കൈമാറാതിരിക്കുകയാണ് വേണ്ടത്. ചിലരുടെയൊക്കെ ജീവിതവും ജീവനും നിങ്ങൾ കൊടുത്ത ആ വാക്കിൽ കുരുങ്ങിക്കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്ത വാക്കാണെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അറിവുള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദനായിരിക്കും. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പറയുന്നു. ഒരു ചെറുപുഷ്പത്തിൽ നിന്ന് പോലും വലിയ അത്ഭുതങ്ങൾ കണ്ടെത്താനായാൽ ഒരുവൻ്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞേക്കും. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. സന്തോഷം നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ അതിൽ സത്യമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സമാധാനമുണ്ട്. തുടക്കം എല്ലാം മനോഹരമായിരിക്കും, പിന്നീട് അവർക്കത് മടുത്തു തുടങ്ങും. എന്നിലെ ആത്മാർത്ഥതയെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറച്ചധികം ഭാരം കൂടുതലാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരാളോട് മാത്രമേ തോന്നൂ. അത് ഇന്നും ഒരു നീറലായി എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ആരെയും സഹായിച്ചില്ലെങ്കിലും
ആരെയും ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവരെ ഉപദ്രവിച്ച് നേടുന്ന വിജയം അതൊരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുക. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യം ഏറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കല്ല് സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു ദിവസം പണമാണ് വലുത് എന്ന് തോന്നും, പക്ഷേ സമാധാനമാണ് വലുത് എന്ന് കാലം തെളിയിക്കും. ഈ ലോകത്ത് പ്രണയിച്ചു തോറ്റുപോയവരായിരിക്കും കൂടുതൽ. അത്രമേൽ ഭ്രാന്തമായി പ്രണയിച്ച ഒരാൾക്ക് വേണ്ടി മാത്രം. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പിന്നെ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു മനുഷ്യൻ കീശയിൽ കുറേ പണമുണ്ട്, എന്നിട്ടും തന്നെ ആ മനുഷ്യൻ തൻ്റെ ഇഷ്ടങ്ങളോ തനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളോ ഒരിക്കൽ പോലും മേടിക്കുന്നില്ല. അങ്ങനെ മേടിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും പിശുക്കനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ആ മനുഷ്യൻ പിശുക്കനല്ല, അത് നമ്മുടെ അച്ഛനാണ്. നമ്മുടെ അച്ഛൻ നമുക്ക് വേണ്ടി തൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കില്ല. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ സ്വയം തീരുമാനമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും അവരാരും കൂടെ ഉണ്ടാവണമെന്നില്ല. ആരോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, അവരെ ആകും നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുക. ഇറങ്ങിപ്പോരാനുള്ള വഴി കണ്ടുപിടിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരാളിലേക്കും ഭ്രാന്തമായി നടന്നേക്കരുത്. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. അതുകൊണ്ടല്ലേ ഈ കണ്ണുനീർ. എല്ലാ അധിക്ഷേപങ്ങളും പ്രതികരിച്ചു നടന്നാൽ സ്വയം വളരാൻ മറന്നുപോകും. അതിലൊന്നും വാടാതെ വീണു പോകാതെ തളിരിടണം. നിശബ്ദമായി പുതിയ നാമ്പുകളും വേരുകളും വളരണം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് രണ്ടു കാരണങ്ങളാലാണ്. നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടു പോകും. അപ്പോഴും നമ്മൾ തനിച്ചാണ്. മിണ്ടാതിരുന്നാൽ മാത്രമല്ല, എപ്പോഴും മിണ്ടുന്ന പോലെ മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നമ്മളാരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. നമ്മുടേത് മാത്രം എന്ന് തോന്നുന്ന ചിലയിടങ്ങളുണ്ട്. എത്ര അകന്നാലും മനസ്സ് ആയുധങ്ങളിലേക്ക് യാത്ര പോയിക്കൊണ്ടേയിരിക്കും. പരസ്പരം മനസ്സിലാകാത്ത ഒരാളെ എൻ്റെ സ്വന്തം എന്ന് അധികാരപ്പെടുത്തി പറയുന്നതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ് മാത്രമാണ്. ആരും ആരുടെയും സ്വന്തമല്ല. സത്യം അറിയുന്നത് വരെ മാത്രമേ മനസ്സിൽ ഭയം, കുഴപ്പം, സംശയം എന്നിവ ഉണ്ടായിരിക്കുകയുള്ളൂ. ചില ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതാണ്. ചിലരെ മനസ്സിലാക്കാനും ചിലരെ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനും. അടുത്തറിഞ്ഞാൽ അകലേണ്ടി വരും. അകൽച്ചയാണ് ദുഃഖവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്തിനാ ഉണർന്നിരിക്കുമ്പോൾ അഹങ്കരിച്ചു നടക്കുന്നത്? ആരും തന്നെ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. മറിച്ച് മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഏതൊരു മനുഷ്യനും തിരക്കിലാവുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. ആ തിരക്കിനിടയിലും തിരക്കി വരുന്ന മനുഷ്യരുണ്ടാവുക എന്നത് എത്രയോ മനോഹരമായ കാര്യവുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.